ഒന്നും അറിയാത്ത ആൾക്കാരെ എവിടെ പോയാലും പറ്റിക്കപ്പെടാം. അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മളിപ്പോ അത്രയും എഫേർട്ട് എടുത്തിട്ട് പൈസയും ചെലവാക്കിയിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണം, അതിലാണല്ലോ എല്ലാവരും കുടുങ്ങി പോകുന്നത്. അല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളെടുത്തുന്ന ഒരു സെറ്റ് ആണെങ്കിലും ROVER എന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ബീച്ചിന് അടുത്തായിട്ട് ഗാന്ധി റോഡില് സ്മാർട്ട് ബൾക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, ഗാർമെന്റ്സ് കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാനുഫാക്ചറിംഗ് ആണ് കേട്ടോ നടക്കുന്നത്. ലേഡീസിന് ആവശ്യമുള്ള ഡ്രസ്സുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരണം, അറിയിച്ചു തരണം എന്നുള്ളത്. സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് വീട്ടിലിരുന്ന് ഓൺലൈൻ മുഖാന്തരം ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്ഷനാണ് സ്മാർട്ട് ബൾക്ക് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഷോപ്പുകാരിക്ക് ഈ റെഡിമെയ്ഡ് ഷോപ്പൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിക്കോട്ടെ, അല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരായിക്കോട്ടെ, ആർക്കാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സ്മാർട്ട് ബൾക്ക് നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് സ്മാർട്ട് ബൾക്കിന്റെ വിശേഷം നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. സ്മാർട്ട് ബൾക്ക് കമ്പനിയുടെ ഒരു പാർട്ണർ ആയിട്ടുള്ള ഫാരിഷ് എന്റെ മുന്നിലുള്ളത്. ഫാരിഷ്, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 30 years ആയി. 30 വർഷമായി. അത്രയും പഴക്കമുണ്ട് കമ്പനി. ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സൂറത്തിലും അഹമ്മദാബാദും എല്ലായിടത്തും പോയിട്ട് പർച്ചേസ് ചെയ്യാച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു റീറ്റെയിൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ പോണ എക്സ്പെൻസും കാര്യങ്ങളും, പിന്നെ അവർക്ക് ലാംഗ്വേജ് അറിയാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട ഐറ്റം തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഹോൾസെയിൽ ആയിട്ട്. പുറത്ത് പോയിട്ട് സൂറത്തിലെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എടുക്കാൻ ഭയങ്കര ടഫ് തന്നെയാണ്, പറ്റിക്കപ്പെടാൻ വലിയൊരു സാധ്യതയുണ്ട്, നമുക്കെല്ലാം അറിയണം. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിൽ ആണ് അല്ലേ? ഈ ഹോൾസെയിൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഒരു പുതിയൊരു റീറ്റെയിലിംഗ് ഒരു ഷോപ്പ് തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ നിങ്ങളുടെ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുന്നത്? നമ്മൾ ഷോപ്പുകാർക്ക് വെച്ചാൽ അവരെ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ ഡെഡ് സ്റ്റോക്ക് ആണ്. ആ ഡെഡ് സ്റ്റോക്ക് ഇല്ലാതെ എങ്ങനെ എന്തൊക്കെ രീതിയിൽ ബിസിനസ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ അവർക്ക് നൽകുന്നത്. അപ്പൊ അവർക്ക് ഡെയിലി നമ്മൾ എന്താക്കും, ഇവിടുന്ന് ഫോട്ടോ അപ്ഡേഷൻസും അത് വീഡിയോ ആയിട്ടും പ്രൊഡക്റ്റ് എന്തൊക്കെ രീതിയിൽ മനസ്സിലാക്കാന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് അപ്ഡേഷൻ കൊടുക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷോപ്പുകാർക്ക് വലിയ രീതിയിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണം, അതിലാണല്ലോ എല്ലാവരും കുടുങ്ങി പോകുന്നത്. അല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളെടുത്തുനിന്ന് ഒരു സെറ്റ് ആണെങ്കിൽ ഒരു സെറ്റ് നമ്മൾ അയച്ചു കൊടുക്കും. അവർക്ക് അവരുടെ ഷോപ്പത്തെ സെയിലിന്റെ കണക്ക് അറിയാലോ. അപ്പോൾ ഓരോ സെറ്റുകൾ കുറയും തോറും അവർക്ക് അവിടെ ഡെയിലി അപ്ഡേഷൻസ് കൂട്ടാൻ പറ്റും. നമ്മൾ എന്താക്കും, ഡെയിലി ഇവിടുന്ന് ഒരു സെറ്റാണെങ്കിൽ 2 സെറ്റ് ആണെങ്കിൽ അയച്ചു കൊടുക്കും. ഇന്ന് അയച്ചാൽ നാളെ കിട്ടുന്ന രീതിയിലാണ് പ്രൊഡക്റ്റ് അവിടെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഡെഡ് സ്റ്റോക്കും ആവില്ല, പിന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പൈസ റേസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചെറിയൊരു 5000-10,000 പർച്ചേസ് ഒക്കെ ആയിട്ട് അവർക്ക് എന്താക്കാം, മുന്നോട്ട് പോകാനും കഴിയും. ചെറിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇഷ്യൂ വരില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഉള്ള വെച്ചാൽ അവർക്ക് ഇനിയിപ്പോൾ നമ്മൾ അയക്കുന്ന ഫോട്ടോ അപ്ഡേഷൻ 2 പീസോ 1 പീസോ മതിയെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ഒരു ചെറിയ മാർജിൻ അധികം ഇട്ടിട്ട് സെക്കൻഡ് റേറ്റ് ആയിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കും. എന്താ വെച്ചാൽ ഷോപ്പുകാർക്കാണ് അവരെ സംബന്ധിച്ച് എന്താ ഷോപ്പിൽ കളക്ഷൻസ് കൂട്ടാൻ പറ്റും. കണ്ടോണ്ടിരിക്കുന്ന ഡെയിലി നമ്മൾ സ്റ്റോക്ക് ഇവിടെ ഇറങ്ങും, ഡെയിലി അപ്ഡേഷൻസും അതുപോലെ അവർക്ക് കൊടുക്കും. ഇവിടെ നമ്മളിപ്പോ സംസാരിച്ചിരിക്കുന്നത് ഷോപ്പിന്റെ കാര്യങ്ങളാണ്. ഇതല്ലാതെ ഒത്തിരി പേര് ഇപ്പൊ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട് അല്ലെ? ഒത്തിരി സ്ത്രീകൾക്കൊക്കെ ഇതേപോലെ ഡ്രസ്സുകൾ ഇൻസ്റ്റ വഴിയൊക്കെ ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ടുകൾ നിങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്ത്രീയും കൂടിയാണ്, നിങ്ങളുമായിട്ട് നന്നായിട്ട് എന്താ പറയാ ധൈര്യമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഒക്കെ എളുപ്പമാണ്, എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനൊക്കെ ആയിട്ട്. അങ്ങനെയുള്ള സപ്പോർട്ട് നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മള് ചില ഹോം സെല്ലേഴ്സ് എന്നാ അവരെ പറയാ, അവർക്ക് വെച്ചാൽ ഒരു ഹോം ബൊട്ടീക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും. അവർക്ക് അവരെ വീട്ടിൽ തന്നെ ഒരു ബൊട്ടീക്ക് സ്റ്റൈലിൽ ഒരു ഏരിയ അവർ ചെയ്തിട്ട് അവിടെ പ്രോഡക്റ്റ് അവർക്ക് ഹോൾസെയിലായിട്ട് തന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ അവർക്ക് ഒരു വാലറ്റ് സിസ്റ്റം ഉണ്ട്. ആ വാലറ്റ് സിസ്റ്റത്തിൽ വെച്ചാൽ അവരുടെ കയ്യിലും ഡെഡ് സ്റ്റോക്ക് വരാത്ത രീതിയിൽ ഒരു 2 lakhന്റെ വാലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താക്കുക, അവരുടെ പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഓൺലൈൻ ബേസ് ചെയ്തുള്ള ആൾക്കാർക്ക് ഒരു 5-10 പീസ് ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകും. അത് ഫോട്ടോ എടുത്ത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. അവർക്ക് എന്താക്കുക, അവർക്ക് ആ രീതിയിൽ ബിസിനസ് ചെയ്യാം. എന്നിട്ട് ഓർഡർ അനുസരിച്ച് അവർക്ക് ആ സെറ്റ് വൈസ് ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എന്താക്കുക, ഈസിയായി. ഇനിയിപ്പോൾ അതല്ല അവർക്ക് കുറച്ച് മതിയെങ്കിൽ വെച്ചാൽ ചെറിയൊരു രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് അവർക്ക് ഇതേപോലെ തന്നെ നമ്മൾ അപ്ഡേഷൻ കണ്ടിട്ട് ഓർഡേഴ്സ് എടുത്തിട്ടും ഒക്കെ ചെയ്യാനും പറ്റും. റീചാർജ് ആ വാലറ്റിൽ നിന്നാണ് ഇവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ഒന്നല്ല. നിങ്ങൾ ഒരു 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 ലക്ഷത്തിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്ത് അത് പർച്ചേസ് ചെയ്ത എമൗണ്ട് കുറഞ്ഞ് ഒരു 50,000 എത്തുമ്പോൾ വീണ്ടും 1.5 ഇട്ടിട്ട് അവർക്ക് അത് റീചാർജ് ചെയ്യാം.
പിന്നെ റീചാർജ് അതിൽ വേറെയും കുറെ അവർക്ക് ഉപകാരങ്ങളാണ് ഉണ്ടാവുക. കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടായി. റിട്ടേൺ ഓപ്ഷനും ഫെസിലിറ്റീസും കാര്യങ്ങളും 1 വീക്കിന് ഒരു ഗ്യാപ്പിൽ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോവാ ഒക്കെ ചെയ്യാൻ പറ്റും, തരാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാല് ലേഡീസ് അല്ലേ, അവർക്ക് എന്തായാലും ഇത്രയും മാർക്കറ്റിൽ ജെൻസിന്റെ മാതിരി ഇറങ്ങി ചെയ്യാനോ ആക്കാനോ ഒന്നും അവരെ കൊണ്ട് പറ്റൂലല്ലോ. അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സ്റ്റോക്ക് വെക്കണ്ട. അത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കുറെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടാവും, ഡെയിലി ഫോട്ടോ. അത് അവർക്ക് അപ്ഡേറ്റ് ചെയ്യും. അതന്നെ, അവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം ആയിട്ടും ഫേസ്ബുക്ക് ആയിട്ടും അവർക്ക് മാർക്കറ്റിംഗ് അവരായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും രീതിയിലാണ് നമ്മളെ ഫോട്ടോഷൂട്ട് അപ്ഡേഷൻസും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട് ചെയ്യുന്നത്. നമ്മളെ പേജിൽ തന്നെ നോക്കിയാൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റും ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ആരൊക്കെ എവിടുന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്, പിന്നെ പുറത്തേക്ക് എവിടേക്കാണെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ഗൾഫ് കൺട്രീസിലേക്കാണ് ചെയ്യുന്നത്. അവിടേക്ക് ചീപ്പായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് സർവീസും ഉണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ഫോട്ടോ അപ്ഡേഷൻസ് കൊടുക്കുന്നതിനുണ്ട് അവർക്ക് ഈസിയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അവർ ഇവിടെ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പാർസൽ എന്ന് വെച്ചാൽ ബൈ ഷിപ്പ് 50-60 കിലോ വരെ ഒരു കാർട്ടൂണിനാണ് ചാർജ്. അത് ഒരു ഇന്ത്യൻ റുപ്പീസ് 6000 ഉള്ളിലൊക്കെ വരുള്ളൂ ചാർജ്. അവർക്ക് ഡോർ സ്റ്റെപ്പ് ഡെലിവറി കിട്ടും, എത്തിച്ചു കൊടുക്കും ഷിപ്പായിട്ട്. അത് എയർ ആകുമ്പോൾ ഒന്നുകൂടി ചാർജിൽ വ്യത്യാസം ഉണ്ടാവും. അവർ നേരത്തെ എത്താനുള്ളതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. അത്രേ ചാർജ് വരുന്നുള്ളൂ. അത് ഒരു 20 ഡേയ്സിന്റെ ഉള്ളിൽ എത്തും. ഇവരൊക്കെ ആദ്യം മുതൽ ചെയ്യുന്ന ആളുകളാണ്, പുതുതായിട്ട് തുടങ്ങുന്ന ആളുകൾ? ഓൾറെഡി ചെയ്യുന്ന ഷോപ്പുകാരുണ്ട്. പിന്നെ പുതുതായിട്ട് വെച്ചാൽ ഈ ഫ്ലാറ്റുകളിലൊക്കെ ഹസ്ബൻഡ്സ് ജോലിക്ക് പോകുമ്പോൾ ലേഡീസ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അവിടെ ഒരു ബൊട്ടീക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ട് അവിടെയുള്ള ഫ്ലാറ്റ് മേറ്റ്സിനും പിന്നെ പുറത്തുള്ള ആൾക്കാർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ അവർക്ക് അവിടെ നിൽക്കാനും ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ പോക്കറ്റ് മണി ആയിട്ട് അവർക്ക് ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കാം അവർക്ക്. ഒത്തിരി പേരുണ്ട് അതിൽ. ആവശ്യമൊന്നുമില്ല. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഫോട്ടോസും വീഡിയോസും അവർക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് അവർക്ക് അവിടെ സാധനം എത്തിയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് വേറെ ഒരു പ്രോഡക്റ്റ് അവർക്ക് പർച്ചേസ് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ നമ്മളിപ്പോ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് മാത്രമേ ഇതിനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ? അല്ല, ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയുള്ള ആൾക്കാർക്ക് എറണാകുളത്ത് നമ്മൾ ഒരു ഹബ്ബ് ഉണ്ട് നമ്മളെ സ്മാർട്ട് ബൾക്കിന്റെ. അപ്പോൾ കാലിക്കറ്റിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ വന്ന് കാണുന്നവർക്കുള്ള ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടെങ്കിലും പോലും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്താക്കാം, എറണാകുളം നമ്മൾ ബ്രോഡ്വേയിൽ നമുക്ക് സ്മാർട്ട് ബൾക്കിന്റെ ഒരു ഹബ്ബ് ഉണ്ട്. അവിടെ പോയിട്ടും കണ്ടിട്ടും പർച്ചേസ് ചെയ്യാം. മെയിനായിട്ട് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒത്തിരി പേര് ഇപ്പൊ നമ്മൾ ഷോപ്പിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഷോപ്പ് തുടങ്ങിയിട്ട് വലിയൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇത് അടക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള ചിന്തയിൽ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ളവരുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ നേരിട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ബിസിനസ് കൺസൾട്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എവിടാണ് നമുക്ക് വീഴ്ചകൾ വന്നു പോയതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിജയത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള ഹെൽപ്പാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളത് ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ ഫണ്ട് ഉണ്ട്, നമുക്കൊരു ബിസിനസ് എന്തെങ്കിലും ജീവിതമാർഗ്ഗമാണല്ലോ എല്ലാവരും. ഇങ്ങനെ ഒരു ബൊട്ടീക്ക് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളിവിടെ വിളിച്ച് നമ്മളായിട്ട് ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് അവർക്ക് സംസാരിച്ച് അവരോട് ഇതിനെ ചൊല്ലിയിട്ടുള്ള എല്ലാ പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇവിടുന്ന് തന്നെ തീരുമാനമാക്കി പോവാ ഇത് വേണോ വേണ്ടെന്നുള്ള. പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഒന്നും അറിയാത്ത ആൾക്കാരെ എവിടെ പോയാലും പറ്റിക്കപ്പെടാം. അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മളിപ്പോ അത്രയും എഫേർട്ട് എടുത്തിട്ട് പൈസയും ചെലവാക്കിയിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിലൊരിക്കലും അവർക്ക് ഒരു നഷ്ടം പിന്നീട് സംഭവിക്കുക. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാർ ഇനി സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് കൂടാതെ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓരോ റൂറൽ ഏരിയകളിൽ യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലേഡീസിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ യൂണിറ്റുകളിൽ സെറ്റാക്കി കൊടുത്ത് അവർക്കുള്ള ക്ലോത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഷീമർച്ചൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലേഡീസ് സംവരണം വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അപ്പൊ ഷീമർച്ചന്റെ ബാനറിൽ നമ്മൾ
എന്താക്കും ഇവർക്ക് ഓരോ ഏരിയകളും റൂറൽ ഏരിയകളിൽ എന്താണ് നമ്മൾ സപ്പോർട്ടീവായിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഓരോ സംവരണങ്ങൾ ഉണ്ടാവുമല്ലോ ലേഡീസിന്, അവർക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇത്രയാണ് സ്മാർട്ട് ബൾക്കിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാര്യങ്ങള്? നമുക്കൊരു വീട്ടിൽ ഇരുന്നു കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സംരംഭം തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടാണ് സ്മാർട്ട് ബൾക്ക് നമുക്ക് തരുന്നത്. അതുപോലെ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഷോപ്പുകാർക്ക് നമ്മൾ ഓൾറെഡി ഒരു ഷോപ്പ് വെച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് എടുക്കാം. അതും നമ്മൾ ബൾക്കായിട്ട് എടുക്കേണ്ട ആവശ്യമോ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡോർ സ്റ്റെപ്പിലേക്ക് നമ്മളെ ഫ്ലാറ്റിലേക്ക് സാധനം എത്തിക്കുന്ന രീതിയിലാണ് സ്മാർട്ട് ബൾക്കിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതായത് വലിയ രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന എത്രയോ ഷോപ്പുകാരുണ്ട്. ഇതെങ്ങനെ മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത്. അവർക്കുള്ള സപ്പോർട്ടും സ്മാർട്ട് ബൾക്ക് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ തരുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങൾ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നില്ല, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.